Oh
124 സങ്കീർത്തനം വായിച്ചു പല പതിവിലായിരിക്കാം. 124 സങ്കീർത്തനം 124. തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പാടുക നീ മനമേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരമേ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കും, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർക്കും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്ത്, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്ത്, വാഴ്ത്തുക നീ മനമേ, എൻ പരമേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, പരനെ വാഴ്ത്തുക നീ മനമേ. 124 സങ്കീർത്തനം. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനമീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനമീതെ കവിയുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ദൈവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ സന്നദ്ധയിൽ ആരാധനയ്ക്കായി എടുത്തു വന്നിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവിന്റെ മക്കളുണ്ടല്ലോ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ ഞങ്ങൾക്ക് നൽകി തരണം. ഞങ്ങളുടെ പ്രാണന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് കർത്താവ് നൽകി തരുവാൻ സാധിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. യേശുവയുടെ കരങ്ങളിൽ ഞങ്ങൾ കർത്താവെ ഭദ്രമായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ തകർന്ന ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുന്ന വിടുതലും ആശ്വാസവും സാക്ഷ്യം പ്രാപിച്ചെടുക്കാനായിട്ട് വരുമാറാകട്ടെ. നാം മഹത്വക്കാരായിട്ട് വായിച്ച സങ്കീർത്തനായ സ്തോത്രം, കടന്നു വന്ന ജനത്തിനായ സ്തോത്രം, സാധിക്കാതിരിക്കുന്നവർക്കും ഏവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അനുഗ്രഹിച്ച് കാക്കുമാറാകണം. ഒന്ന് നാം മഹത്വക്കാരായിട്ട് കാര്യങ്ങൾക്ക് താഴ്ന്നു അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം ആരാധനയ്ക്കായി കർത്താവ് കൂട്ടിവരുത്തിയിരിക്കുന്ന എല്ലാ ജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹോന്തരത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം ഭൂമിയിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ഇല്ല. നമ്മുടെ സഭയിലും ഒരു കർത്താവിന്റെ ദാസൻ ഈ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞ അനുഭവം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. മനുഷ്യൻ്റെ ജീവിതം ഒക്കെയും ലക്ഷ്യം ഇതൊന്നു മാത്രമാണ്. ഏതെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിച്ചാലും വചനം പറയുന്നത് ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ആരേതുപോലെ?
ആരേതുപോലെ? ഇസ്രായേലിൻ്റെതുപോലെ. അതുപോലൊരു മരണമല്ല. വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മരണ ദിവസം ജനന ദിവസത്തേക്കാൾ നല്ല ഉത്തമം. ജനന ദിവസമാണോ മരണ ദിവസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നല്ലത്? മരണ ദിവസമാണ്. എന്താണ് അതിൻ്റെ കാരണം? മരണം നല്ല മരണമാണെങ്കിൽ തുടർന്ന് എന്തുണ്ടാകും? നല്ലൊരു പുനരുത്ഥാനം ഉണ്ടാകും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇത് ഒറ്റ കാര്യം മാത്രമാണ്, കർത്താവ് ഇത് എങ്ങനെ അവസാനിക്കണം? കർത്താവ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന പോലെ, യഹോവേ എൻ്റെ അവസാനം എത്ര എന്ന് തന്നെ അറിയിക്കണം. അത് എങ്ങനെയെന്ന് തന്നെ അറിയിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കിട്ടിയാൽ മതി. അതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണം, പിന്നെ അതെങ്ങനെയെന്ന് അറിയിക്കണം. ഇത് രണ്ടും ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ അറിയിച്ചു കിട്ടുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പത്രോസിനോട് പറഞ്ഞു. പത്രോസ് കൂടി വന്നു. ചില നാളുകൾ കഴിഞ്ഞ് പറഞ്ഞ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. വാഗ്ദാനം രണ്ടായി. വീണ്ടും മുമ്പോട്ട് പോയി. കർത്താവ് പറഞ്ഞ്, 12 നിങ്ങൾ ഇസ്രായേൽ ഗോത്രത്തിൽ 12 ഗോത്രങ്ങളെയും 12 സിംഹാസനം ഇട്ട് അതിൽ നിങ്ങൾ ഇരുന്ന് ന്യായം വിധിക്കും. നിങ്ങൾ ന്യായകർത്താക്കളായി തീരുമെന്ന് പറഞ്ഞു. ഇത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ആ കാര്യം പറഞ്ഞിട്ടില്ല. ഏത് കാര്യം? ആയുസ് എത്രയുണ്ട്, അതെങ്ങനെ അവസാനിക്കുന്നത് വരെ പറഞ്ഞിട്ടില്ല. അത് പത്രോസിനോട് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശുശ്രൂഷ പരമേൽപ്പിക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, നീ ഈ ഇരിക്കുന്നവരിൽ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ? കൊണ്ട് കർത്താവ്, നീ എൻ്റെ ആടുകളെ നയിക്കാം. അങ്ങനെ 3 ശുശ്രൂഷ കൊടുത്തതിന് ശേഷം കർത്താവ് പറഞ്ഞു, നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നീ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്താണെന്നോ. എന്നാൽ നീ വൃദ്ധനായതിനു ശേഷമോ മറ്റൊരിടത്ത് നിന്റെ അര കിട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനാൽ എന്ത് സൂചിപ്പിച്ചു? അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. അപ്പോൾ ആ ശുശ്രൂഷ പരമാറ്റി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് തീരുമാനിച്ചു? എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞു. അതെന്താ എല്ലാവരോടും പറയാത്തതിൻ്റെ കാരണം എന്താ? എങ്ങനെ അവസാനിക്കുമെന്ന് പറയാത്തതിൻ്റെ കാരണം എന്താ? അനുവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾ കൊത്തവണ്ണമായി. മനുഷ്യ പ്രവൃത്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകുന്നൊരു സമയത്തുണ്ട്. ആ സമയത്താണ് നിശ്ചയിക്കുന്നത്. എന്ത് നിശ്ചയിക്കുന്നത്? ആയുസ് എങ്ങനെ അവസാനിക്കുന്നത്? ഇതെങ്ങനെ അവസാനിക്കണമെന്ന് കർത്താവ് എഴുതുന്നത് അപ്പോഴാണ്. അതിന്മേൽ ലോകത്ത് ആർക്കും അധികാരമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരുത്തനും ഇല്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനും ഇല്ല. രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ആത്മാവിനെ തടുപ്പാൻ അധികാരമുള്ളവനും മരണ ദിവസത്തിന്റെ അധികാരമുള്ളവനും ഇല്ല. ഇത് രണ്ടും നിശ്ചയിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, ഒന്ന് ശുശ്രൂഷ അവരെ ഏൽപ്പിക്കുമ്പോഴാണ്. ദൈവം പ്രസാദിച്ച് അവനെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ നിന്റെ അവസാനം ഇൻവണ്ണമാകുമെന്ന് പറയും. പിന്നെ എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞു. നീ എന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞ ദിവസം വായിക്കണ്ടേ? പത്രോസ് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ ഭൗമമായ കൂടാരം അഴിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നുവെന്ന് കർത്താവ് എനിക്ക് അറിവ് തോന്നും. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തതും കിട്ടി. എന്തും കിട്ടി? എന്ന് അവസാനിക്കുന്നുള്ളതും കിട്ടി. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ.
ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളാണ്. അത് രഹസ്യമാണ്, അത് മറിഞ്ഞിരിക്കുക. ഒരാൾക്കത് പറയാൻ കഴിയില്ല. അവരുടെ ജീവിതം എങ്ങനെ അവസാനിക്കുമെന്നുള്ളത് അവരുടെ പ്രവൃത്തികൾ അനുസരിച്ചിട്ടായിരിക്കും. അവരുടെ എന്ന് അവസാനിക്കുമെന്നുള്ളത് അവരുടെ ശുശ്രൂഷ അനുസരിച്ചിട്ടായിരിക്കും. ഇത് രണ്ടും നിശ്ചയിച്ചു സമയമായപ്പോഴേക്കും പോകാനിടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നത് ഈ രഹസ്യം മനുഷ്യനോട് വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ആരാണുള്ളത്? ഏത് പ്രവാചകനാണുള്ളത്? അതിന് വചനം പറയുന്നത് വേറെ ഒരു പ്രവാചനം വേണ്ട, ഒരു പ്രവാചനം വേണ്ട. കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ കൊടുത്തിരിക്കുന്ന ആത്മാവ് മാത്രം മതി. കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവ് എന്ത് തന്നിട്ടുണ്ട്? തന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ആത്മാവിനെ അനുസരിച്ച് ആ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ അവിടെ എതിർത്ത് നിൽക്കാതെ, ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ കെടുത്തു കളയാതെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ ഈ ആത്മാവ് തന്നെ നമ്മളോട് പറയും, എന്ത് പറയും? എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്, എന്നാണ് അവസാനിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയും. അതാണ് താൻ്റെ വചനത്തിൽ നമ്മൾ വിളിക്കുന്നത്. ഏത് പ്രവാചകൻ പറഞ്ഞാലും, ഏത് കൃപാവരമുള്ളവൻ പറഞ്ഞാലും അത് കിട്ടില്ല. മറ്റൊരാൾ നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. പിന്നെയോ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കുക. നിങ്ങളെ ഉപദേശിക്കാന്ന് പറഞ്ഞാൽ വരാനും വാക്ക് കേൾക്കണം നല്ലതല്ല. ദൈവം ലോകത്തുള്ള പല വിധത്തിൽ മനുഷ്യരോട് സംസാരിക്കും. പക്ഷേ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം സ്വന്തമായി പറഞ്ഞു തരുന്ന ആലോചനകൾ നമുക്ക് പോരാ. എല്ലാവരുമായിട്ടും സംസാരിക്കും. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയാണ് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വന്തമായിട്ടൊരു ആലോചനയുണ്ട്. ആരുമായിട്ട്? വിളിക്കപ്പെട്ടവനുമായിട്ട്. മറ്റുള്ളവരത് പറയുമ്പോൾ പ്രവാചന ശുശ്രൂഷയിൽ പറയും, ദൂത് പറയും, കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയാണ് ഏത് ആലോചന? സ്വന്തമായിട്ട് പറഞ്ഞു തരുന്നത്. അവിടെയാണ് ആ ആലോചനയാണ് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടക്കും എന്നുള്ളതല്ലാതെ വ്യക്തമായ ഒരു ജീവിതം ആ മനുഷ്യനുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആധാർമികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കും. കാരണം നാം വിശ്വാസത്തിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന നാൾ മുതൽ നമ്മുടെ ആത്മാവിനോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സംസാരം, ആ സംസാരം നിന്നുപോകുന്ന ഒരു അവസ്ഥ വരും. എങ്ങനെ വന്നാൽ? ദൈവത്തെ മാനിക്കാതെ വന്നാൽ. ദൈവത്തെക്കാൾ ഉപരി മറ്റൊരാളെ മാനിച്ചാൽ ഈ സംസാരം അങ്ങ് നിൽക്കും. ഈ സംസാരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം എന്തായിരുന്നു? ദുർലഭമായിരുന്നു. അതെന്തുകൊണ്ടാ? ബാബു ഒരു തെറ്റ് ചെയ്തു. നീ 3 മണിക്കൂറിനകം തിരുത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ നീ അടികൊള്ളും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ 3 മണിക്കൂറും തിരുത്തിയില്ലെങ്കിൽ ഈ 3 മണിക്കൂർ നേരെ പറഞ്ഞ ആളെന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക. അതിന് വേണ്ടിയിട്ട്, തിരുത്താൻ വേണ്ടിയിട്ട്. തിരുത്തിയില്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് സംസാരിക്കും. അതാണ് അവിടെ കാണുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടും സമയം കഴിഞ്ഞിട്ടും തിരുത്താതെ വന്നപ്പോഴാണ് എലി പുരോഹിതനോട് പറഞ്ഞു, കഠിനമായ ദൂതുകളും ആലോചനകളും എല്ലാം പറഞ്ഞു. ആ ആലോചനകളെല്ലാം പറഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എന്തിനാ ദുർലഭമാക്കിയത്?
കർത്താവ് മിണ്ടാതിരിക്കുക. കർത്താവ് മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താ? വചനം സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ജീവനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കില്ല. ദൈവജനമാണെങ്കിൽ ദൈവം എന്ത് ചെയ്തോണ്ടിരിക്കും? സംസാരിച്ചുകൊണ്ടിരിക്കും. ഓരോ സമയം പോലും മുടക്കല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കും. വചനം ദുർലഭമായാൽ, അല്ലെങ്കിൽ ദൈവം സംസാരം നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നോട് കർത്താവ് സംസാരം നിർത്തിയത് എന്താണെന്ന് അന്വേഷിക്കണം. ഇതിനു മുമ്പ് എന്നെ ശാസിച്ചിട്ടുള്ള, എനിക്ക് വിരോധമായിട്ടുള്ള വന്നിട്ടുള്ള പ്രവചനം അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു സൂക്ഷിക്കണം, ക്രമീകരിക്കണം, ഇത് ആത്മീയ ജീവിതത്തിൽ നിന്ന കാര്യങ്ങൾ നീ മാറ്റിയെടുക്കണം എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിൽ പിന്നെയാണ് ഈ വചനം ദുർലഭമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവ് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതല്ല, പിന്നെയോ ആ പറഞ്ഞ വാക്കിനനുസരിച്ച് തിരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ദുർലഭമായ കാലം. തിരുത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത ആളിലേക്ക് തിരിഞ്ഞു. ആരിലേക്ക് തിരിഞ്ഞു? ദൈവം പ്രത്യക്ഷപ്പെട്ടു. ബാലനാണ്. ദൈവത്തിന്റെ ആലയത്തിൽ ഒരുവൻ കിടക്കുന്നുണ്ട്, കുഞ്ഞാ. ഏൽക്കാനെയും അന്നയും ആലയത്തിലേക്ക് നേർന്ന് കൊടുത്തതാ ശമൂവേൽ ബാലൻ. സൈന്യങ്ങളെ യഹോവ അടുത്ത് വന്ന് ശമൂവേലെ എന്ന് വിളിച്ചു. ശമൂവേൽ ആദ്യമായിട്ട് അതുവരെ കർത്താവിനെ ശബ്ദം കേട്ടിട്ടില്ല. ഓടി പുരോഹിതന്റെ അടുക്കത്തേക്കുന്നു. എന്നെ വിളിച്ചല്ലോ. ഞാൻ വിളിച്ചില്ല മോനെ, നീ പോയി കിടന്നു. അവൻ തിരിച്ചു വന്ന് കിടന്നു. വീണ്ടും കർത്താവ് വിളിച്ചു, ശമൂവേലെ ഓടി പുരോഹിതന്റെ അടുത്തേക്ക് വന്നു. എന്നെ വിളിച്ചല്ലോ, അടിയൻ ഇതാ. ഞാൻ വിളിച്ചില്ല മോനെ, നീ പോയി കിടന്നോ. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ശമൂവേലെ എന്ന് 3 പ്രാവശ്യം വിളിച്ചു. ഇത്ര വിളിച്ചതാ. വേഗം പുരോഹിതന്റെ അടുത്ത് വന്നു. എന്നെ വിളിച്ചല്ലോ. അപ്പോഴാണ് ഉണർന്നത്. ആരുണർന്നത്? അപ്പോഴാണ് ഉണർന്നത്. ഏലി പുരോഹിതൻ ഉണർന്നത്. എന്താ കാരണം? ആ വിളിച്ചത് ആരാണ്? കുറച്ച് നാളായിട്ട് സംസാരമില്ല. ഈ ശബ്ദം ആര് കേട്ടോണ്ടിരുന്നതാ? ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതം. കർത്താവ് നഷ്ടപ്പെട്ടതിന് വേണ്ടി നിലവിളിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറവ് വന്നിട്ടുള്ളത് നികത്താനുള്ള സന്ദർഭമായിട്ട് ദൈവം കാണുകയാണ്. അത് സഭയ്ക്ക് കൊടുത്തിട്ടുള്ള സന്ദർഭമാണ്. അല്ലാതെ ഇതിന് ദുർലഭമായ കാലഘട്ടമൊന്നുമല്ല. വചനം ദുർലഭമാക്കിയത് ഈ കാര്യമൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവില്ല. ഈ കാര്യങ്ങളൊന്നും ഒരിക്കൽ ഒരു സ്ഥലത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞു, സ്വർഗത്തിൽ അതുണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരി അതിന് പുലവർക്ക് ഇത് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി കർത്താവ് ആലോചന കൊടുത്തു. ആ പറഞ്ഞത് ഇത് തന്നെതാണ്. പിറ്റേ ദിവസം ചെല്ലാനായിട്ട് വിളിക്കുന്നു. എങ്ങനെ ചെല്ലണോ പറഞ്ഞ് നോക്കിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ എന്നേക്കാൾ നിശ്ചയം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ദൈവം അത് കാണിച്ചു കൊടുക്കും. അത് ഉറപ്പാണെന്ന് കരുതി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി പറയുന്നത്, എന്നോട് കർത്താവ് സംസാരിക്കുന്നില്ലല്ലോ, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. അതിനു മുമ്പേ തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പേ ദൈവസന്നിധിയിൽ ക്രമീകരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായി ഇത് ദൈവം തന്നെയാണ്. ഈ ശബ്ദം ഇത്രയും നാളും ഞാൻ കേട്ടോണ്ടിരുന്നതാണ്. ദൈവം സ്വന്തമായി എനിക്ക് ആലോചന പറഞ്ഞു തന്നുകൊണ്ട് എന്നോട് ശബ്ദിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഇന്നതില്ല. ഇന്നത് നഷ്ടപ്പെട്ടു. അവിടെ വെച്ച് തിരുത്താൻ മനസ്സില്ല. അവിടെ വെച്ച് തിരുത്താം. ദൈവമേ, സംഭവിച്ചു പോയല്ലോ. ഞാൻ നിന്നെക്കാൾ കൂടുതൽ എൻ്റെ മക്കളെ മാനിച്ചു. ഞാൻ നിന്നെ പെട്ടെന്ന് സൂക്ഷിച്ചില്ല. ഞാൻ നിന്നെ മാനിച്ചിട്ടില്ല. നീ എന്നെ മാനിച്ചത് എത്രയോ ഭയങ്കരമായിട്ട്. ഞാൻ നിന്നെ മാനിച്ചിട്ടില്ല. എനിക്കൊരു ക്രമീകരണം തരണം. അപ്പോഴും വീഴാൻ മനസ്സില്ല. അപ്പോഴും അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ഇനി വിളിച്ചാൽ നീ ഇങ്ങോട്ട് വരണ്ട. ഇനി ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് ഓടി വരണ്ട.
ഇനി അവിടെ കിടന്നെടുത്ത് തന്നെ പറഞ്ഞാൽ മതി, യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കും. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഇതെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, ഇതെല്ലാ കാര്യങ്ങളും അറിയാം. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും, ദൈവം വിളിച്ചാൽ കേൾക്കേണ്ടത് എങ്ങനെയെന്നും, എങ്ങനെ മറുപടി പറയണമെന്നും, ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇന്ന് ശക്തിയില്ല. എന്തുപോയി? എവിടെ പോയി? ശക്തിയോടെ പോയി. നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഏലി ചെയ്ത തെറ്റിനെ കുറിച്ച്? ഏലി ചെയ്ത തെറ്റതാ. എല്ലാവരും ഈ യാഗത്തിന്റെ വിഷയമാണ്, അനുസരണക്കേടാണ്. ഇതൊന്നുമല്ല. വചനം പറയുന്നത് മക്കളെ ശാസിച്ച് അമർത്തായിക്കൊണ്ട്. ശാസിച്ചമർത്ത് എന്താ? ശാസിച്ചിട്ട് അവരാത്ത എന്താ? ഗതാഗതമാണ്. ഇന്ന് ശാസനയുടെ ശക്തി ഇല്ലാതെ. കാരണം ഇത് എപ്പോഴും ഈ ശക്തി ഉണ്ടാവില്ല. മക്കളോട് പറയേണ്ട സമയത്തും, അവരെ ഉപദേശിക്കേണ്ട സമയത്തും, അവരെ തർജ്ജനം ചെയ്യേണ്ട സമയത്തും, ആ തർജ്ജനം ചെയ്താൽ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം അത് ചെയ്യും. എന്നാൽ ആ സമയത്ത് മക്കളെ ആ കർത്താവിനേക്കാൾ കൂടുതൽ, പെട്ടകത്തേക്കാൾ കൂടുതൽ മക്കളെ മാനിച്ചും മനുഷ്യനെ മാനിച്ചും ഒക്കെ മുമ്പോട്ടൊക്കെ പോകും. ദൈവാത്മാവ് ദുഃഖിക്കും, ഈ ശക്തി അങ്ങ് പോകും. അത് കാണുന്നവരാണ് പിന്നെ എന്താ, ഒരു മനുഷ്യൻ താൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു മകനെ ഒരു ഒറ്റ ഇത് ഇടി തലയ്ക്ക് ഈ കള്ളിനങ്ങ് വെച്ചു കൊടുക്കും. എവിടെ കിട്ടുന്ന നിലവിളിയെന്നറിയോ? കൊല്ലാൻ ശ്രമിക്കുക. എന്താ കാരണം? അതിനു മുമ്പേ ഇതിനകത്തുണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു ഈ ഇടിയും കൊല്ലയും വാളും ഒന്നും വേണ്ട, ഈ ശബ്ദം അവരുണ്ടായിരുന്നു. അത് ചെയ്യാതെ, അത് സമയത്തിന് ചെയ്ത് ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഈ ലോകം നിൽക്കില്ല. അതറിയോ? കാരണം അത് ദൈവം അവന് സ്വന്തമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ദൈവം അവനെയും അവന്റെ കുടുംബത്തെ അവന് നടത്തുവാൻ, അവന് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട എന്തൊക്കെ വേണമെന്ന് നോക്കി. ദൈവം നോക്കിയതാ. ദൈവം നോക്കിയപ്പോൾ അവന് ഈ ലോകത്തിൽ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ അവന്റെ സാഹചര്യം അനുസരിച്ച് 100 ദൂതന്മാർ വേണം. ഇല്ലെങ്കിൽ പറ്റില്ല. ആലോചന ആര് പറയും? ദൂതന്മാരും പറയും. ശരി, 100 ദൂതന്മാരെ കൊടുത്തു. ഇനി അവന് തന്നെ ഒരു ശക്തി വേണം. ഈ ആൾക്ക് തന്നെ ഒരു ശക്തി വേണം. അതിന് കർത്താവ് എന്ത് കൊടുത്തു? അവൻ പോകുന്ന വഴിക്ക് ഏതെല്ലാം ശത്രുവിനെ അവൻ നേരിടേണ്ടതുണ്ടോ എന്ന് കർത്താവ് നോക്കി. അവൻ പ്രവൃത്തി ചെയ്യുന്ന ഓരോ മേഖലകളും നോക്കി. അവൻ ജോലി ചെയ്യുന്ന സ്ഥലം, അവൻ കടന്നു പോകുന്ന ഭവനങ്ങൾ, അവൻ ആരാധനയ്ക്ക് പോകുന്നത്, ശുശ്രൂഷയ്ക്ക് പോകുന്നത്, ഈ സ്ഥലങ്ങളെല്ലാം നോക്കി. ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഉള്ളതിൽ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന പൈശാചിക ശക്തി എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ളതാണ്. ഇതെല്ലാം കർത്താവ് കണക്ക് കൂട്ടി. ഇതെല്ലാം കണക്ക് കൂട്ടിയതിന് ശേഷം ആ ഏറ്റവും ശക്തിയുള്ള ആ ദുഷ്ടനേക്കാൾ കൂടുതൽ ശക്തി ഇവന് കൊടുത്തു. 17 അവൻ അവരുടെ ശത്രുക്കളെക്കാൾ ബലവാന്മാരായി. അപ്പൊ ശത്രുവിനേക്കാൾ ഏറ്റവും വലിയ നാം നേരിടേണ്ടത് ഏറ്റവും ശത്രുവിനേക്കാൾ ബലം ആർക്ക് നൽകി? നമുക്ക് നൽകി. ദൂതന്മാരെയോ? അതും നൽകി. കർത്താവിന്റെ സ്തോത്രം. അവരെ നല്ല നിലത്ത് നടത്തുവാൻ, നേരോടെ നടത്തുവാൻ തന്റെ ആത്മാവിനെ നൽകി. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാളെ അങ്ങ് പറഞ്ഞുകൊണ്ട്, ഇത്രയെല്ലാം കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് വരുമ്പോൾ എവിടെയെങ്കിലും വിശേഷാൽ ഒരു ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ടേ പോകാവൂ എന്ന് പറയും. എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാനത് സഭയോട് പറയുന്നത്. ഒരിക്കലും ഒരു സ്ഥലത്ത് കർത്താവിന്റെ ആലോചന ചോദിക്കാതെ പോയി. അവിടുത്തെ ശത്രു, അത് എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന സാഹചര്യത്തെക്കാൾ ഇതായിരുന്നു. എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ലായിരുന്നു. അതിനെ ഞാൻ അടികൊള്ളുകയും ചെയ്തു. അവിടെ ഞാൻ അതുപോലെ ക്ഷതമേൽക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് കർത്താവ് നടത്തുന്ന വഴികളിലേ പോകാവൂ. കർത്താവ് നമുക്ക് വയ്ക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നാം പോകാവൂ. ആ സാഹചര്യത്തിൽ ഏതെല്ലാം ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളെക്കാൾ ബലം നമുക്ക് കർത്താവ് തരും. ആ സാഹചര്യത്തിൽ ഏതെല്ലാം ദൂതന്മാരുണ്ടോ അവരെക്കാൾ എണ്ണത്തിൽ ദൂതന്മാർ കൂടുതൽ അതും തരും.
ഇങ്ങനെ പോകാൻ വേണ്ട ആലോചനയും എല്ലാം തരും. ഇത് ഇത്രയും സൗകര്യം ഉള്ളത് കഴിഞ്ഞപ്പോൾ, ഇത് ഇത്രയും ഉള്ളപ്പോൾ, ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ മിക്കവാറും മനുഷ്യർക്ക് അവരെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് മടിയാണ്. കാരണം ജഡപ്രകാരമുള്ള ധൈര്യവും ആത്മാവിലുള്ള ധൈര്യവും തിരിച്ചറിയാത്ത ജീവിതമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായില്ല? ഒറ്റുകാരോട് ഒറ്റ നോക്കാൻ പോകാൻ പറയും. ഒറ്റ നോക്കിയപ്പോ അവിടെ ചെന്ന് കണ്ടപ്പോ എങ്ങനെയാ? അമാലിയൊക്കെ മല്ലന്മാര്, അമോര്യര്, ജാതികൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. അവരെ ജയിക്കാൻ നമുക്ക് പറ്റില്ല. അവരുടെ ഹൃദയം വിഷമിച്ച് അവർ തിരിച്ചു പോകും. അവർക്ക് ധൈര്യം ഇല്ലാതായി. അവിടെ കാണുമ്പോൾ ധൈര്യത്തിന്റെ രണ്ടു വശം. ഒന്ന് ഭൗതികമായ ധൈര്യം, രണ്ട് ആത്മീയമായ ധൈര്യം. ഇത് രണ്ടും രണ്ടാണ്. ആത്മീയമായ ധൈര്യം. അതുകൊണ്ടാണ് കനാൻ ദേശത്ത് ചെന്നപ്പോൾ, കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനത്തിൽ വലിയൊരു കൂട്ടം ഇവരോട് യുദ്ധം ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ട് ഉറച്ചു, ഇസ്രായേലരോട്. പക്ഷെ അവരൊക്കെയും നശിച്ചു, യുദ്ധത്തിൽ നശിച്ചു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജാതി ഉണ്ടായിരുന്നു, ഗബയോൻ എന്ന് പറഞ്ഞ ജാതി. ഒരു ഭയങ്കര ശക്തിയുള്ള രാജനഗരം പോലുള്ള നഗരമാണ് അവരെ. അത്ര ശക്തിയുള്ളവരായിരുന്നു. അവർ നോക്കിയപ്പോ അവർ പറയുകയാണ്, അയ്യോ നമുക്ക് ഇത്രയും ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവരോട് ജയിക്കാൻ സാധിക്കില്ല, ഇവരുടെ കൂടെ ദൈവമുണ്ട്. അവർ തങ്ങളെ തന്നെ താഴ്ത്തി, തങ്ങളുടെ ശരീരത്തിന്റെ ബലത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു അവരവരുടെ പ്രാണനെ നേടി. ഇവിടെയാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ധൈര്യമാണ് അവൻ ഉറപ്പിച്ചിരിക്കേണ്ടത്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. എനിക്കിപ്പോൾ നല്ല ധൈര്യമുണ്ട്, എനിക്ക് ആ കാര്യം ചെയ്യാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ജഡത്തിൽ ആശ്രയിച്ച് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. ആത്മാവിൽ ധൈര്യപ്പെട്ട് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. ഏതാ പേര്? ആത്മാവിൽ ധൈര്യപ്പെട്ട് ഞാനൊരു പ്രവൃത്തി നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ നാമത്തിൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അത് എന്തിനാലാ? വിശ്വാസത്താൽ. ഇനി ജഡത്തിന്റെ ധൈര്യത്താൽ എനിക്ക് അവരോട് നേടാൻ കഴിയും. അതിനെ പോകുന്നതിന് പറയുന്ന പേരെന്താ? വിശ്വാസത്തിന്റെ വിപരീതം തന്നെ. വിശ്വാസത്തിന്റെ വിപരീതം. ചിലർ പറയില്ലേ, നമ്മൾ വിശ്വാസത്താൽ ആ കാര്യം ചെയ്യും, വിശ്വാസത്താൽ രാജാക്കന്മാരെ ജയിച്ചു. ഇത്രയും വലിയൊരു ഗോലിയാത്തിന്റെ മുമ്പിലേക്ക് രണ്ട് കവണയായിട്ട് ചെല്ലണമെങ്കിൽ അവൻ എന്ത് പണിയാണ്? പക്ഷെ അവൻ പോയത് എങ്ങനെയാ? വിശ്വാസത്തിലാണ് പോയത്. അവിടെ രണ്ട് മലയുണ്ട്. ആ രണ്ട് മലയിൽ നിന്ന് രണ്ട് പാറ ഇങ്ങനെ നിൽക്കുക. അതിനൊരു ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കാറ് ചാടിച്ച് അപ്പുറത്ത് പോകണം. അപ്പോൾ അവർക്ക് അങ്ങനെ പരീക്ഷിച്ച് ജയിക്കുന്നവർക്ക് എന്തൊക്കെയോ സമ്മാനമുണ്ട്. അപ്പോൾ കാറ് നല്ല സ്പീഡിൽ വന്ന് ഇതിൽ ചാടിച്ചിട്ടപ്പോഴത്തേക്ക് കിടന്നു പോകും. ചിലരൊക്കെ അതിനകത്തേക്ക് പോകും, ഒട്ടുമക്കളൊക്കെ അതിനകത്തേക്ക് പോകും. ഇങ്ങനെ ചാടിച്ച് പോകുമ്പോഴും അവനെന്തിനാരാ പോകുന്നത്? കുറെ സാഹസത്തായി. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, തൻ്റെ ബുദ്ധിക്ക് അതീതമായി ചെയ്യുന്ന പ്രവൃത്തിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശ്വാസം, രണ്ട് സാഹസം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യവും കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലോ, നേർച്ച നേരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ഒരു നേർച്ച നേരണം. ഞാൻ ഇനി മേലാൽ മരുന്നെടുക്കില്ല, ഞാൻ ഇനി മേലാൽ കഴിഞ്ഞാൽ ഞാൻ ഒരു മാംസം ഭക്ഷിക്കില്ല. ഒരാളുടെ കഠിന തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കും. എടുത്തതിന് ശേഷം അവസാനം നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട് പിന്നെ
മഹാവർഷമായിട്ട് നടക്കുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? അടുക്കുന്ന തീരുമാനത്തിൽ ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം അതിന് ഉദാഹരണം പറഞ്ഞല്ലോ, അപ്പോസ്തലനായ പൗലോസിനെ കൊല്ലുന്നത് വരെയും ഞങ്ങൾ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് 70 പേര് തീരുമാനമെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് റോമിലേക്ക് കൊണ്ടുപോയി, അവിടെ ശുശ്രൂഷ വഹിച്ച് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് മരിച്ചത്. ഈ 70 പേരെന്ത് ചെയ്ത്? പട്ടിണി എണ്ണിയെത്താം ഇല്ല, കുറേ നേരം കഴിയുമ്പോൾ വെച്ചത് ആ ചാകാറാകുമ്പോൾ വെള്ളം കുടിക്കും. അത് എവിടെ നിന്ന് തീരുമാനം എടുത്താ? സാഹസത്തിൽ നിന്നാണ്. ഒരു മനുഷ്യനും അതെടുക്കാൻ പാടില്ല. വിശ്വാസത്താൽ മാത്രമേ എടുക്കാവൂ. ദൈവത്തിന്റെ പ്രേരണയുണ്ടോ മരുന്ന് എടുക്കേണ്ടത്? ആർക്ക് വേണം? ദൈവം അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നേർച്ച, ഒരാള് നേർച്ച നിവർത്തിച്ചാൽ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവന് കർത്താവിനുള്ളവനാവും. ചില ഒരു നേർച്ച നേർന്ന് അത് നിവർത്തിക്കുക. ഞാൻ ഇത് ഇന്നത് കർത്താവിന് വേണ്ടി നേർന്നതാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് നേർന്ന് അത് നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ചില ആർക്കുള്ളതായി? ദൈവത്തിനുള്ളതായി. നേർച്ച നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നിവർത്തിക്കാതിരിക്കാൻ കഷ്ടത കൊണ്ടിരുന്നു. നേർച്ച ഒരാൾ നേർന്നു കഴിഞ്ഞാൽ അത് നിവർത്തിക്കാതിരിക്കാൻ കൊണ്ടുവരുന്ന ആയുധം എന്താ? നിരൂപണം കൊണ്ടുവരും. അയ്യോ, അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാ, എങ്ങനെ ചെയ്താൽ ഇങ്ങനെയാ, പല പല നിരൂപണങ്ങൾ കൊണ്ടുവരും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുവരുന്നത്. നേർച്ച നേരണമെങ്കിൽ എന്ത് വേണം? മനസ്സൊരുക്കം വേണം. മനസ്സൊരുക്കം വേണമെങ്കിൽ എന്ത് വേണം? മനസ്സൊരുക്കത്തിന്റെ ആത്മാവ് വേണം. അതാ നേർച്ചയുടെ വഴി എന്ന്, സമർപ്പണത്തിന്റെ വഴി. അങ്ങനെ വരുമ്പോൾ അത് എടുക്കുന്ന തീരുമാനം എവിടുന്ന? വിശ്വാസത്തിൽ നിന്ന്. ഇതില്ലാതെ എടുക്കുന്ന തീരുമാനം എവിടുന്ന? സാഹസത്തിൽ നിന്ന്. ദൈവസഭയിൽ ഏറ്റവും കൂടുതൽ സ്പഷ്ടമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത്, എന്തെല്ലാം, അതൊക്കെയും അവസാനം പരിഹാസപാത്രങ്ങളായിട്ട് ദേശം മുഴുവൻ കർത്താവിന്റെ നാമം മലിനപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ ചെന്നാലും കാണാം. ഈ ഒരൊറ്റ കാര്യമാണ് എടുക്കുന്ന എവിടുന്ന? സാഹസത്തിൽ. വിശ്വാസത്താലാണെങ്കിൽ ദൈവം അവനെ ഉത്സാഹിക്കും. ഞാൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് ദൈവം എനിക്ക് ജയം തരുന്നുവെങ്കിൽ ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും. യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു, ഒരു മകളെ ഉള്ളൂ, മോനും മോളുമായിട്ട് ഒരാളെ ഉള്ളൂ, തന്നെ എതിരേറ്റ് വരുന്നു. അയ്യോ മോളെ, നീ എന്നെ തല ഉനിയിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് തീരുമാനിച്ചു കഴിഞ്ഞു? ഇത്താവ് എന്ത് തീരുമാനിച്ചു കഴിഞ്ഞു? യാഗം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ്. അവിടെ പിന്നെ ഉപായമൊന്നുമില്ല. കാരണം അവൻ നേർന്നത് ആരാല? മനസ്സൊരുക്കത്തിൽ ആത്മാവിനാൽ, ദൈവത്താൽ നേർന്നതാണ്. അത് നിവർത്തിക്കാൻ പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ ഈ മനസ്സൊരുക്കത്തിൽ ആത്മാവ് നിവർത്തിച്ചു. ഇത് ദൈവത്തിന്റെ സഭ അടിവരയിട്ട് പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്താൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒറ്റുകാര് ഈ കാഴ്ച കാണുമ്പോൾ അവർക്ക് ധൈര്യമുണ്ട്. അവരുടെ ധൈര്യമുള്ളത് ആകെ 2 പേർക്കാണ്. ആത്മീക ധൈര്യമുള്ളത് 2 പേർക്കാണ്. ആർക്കൊക്കെയാ? യോശുവയും കാലേബിനും. കാലേബും യോശുവയും പറഞ്ഞു, നിങ്ങൾ കാണാനില്ല. നിങ്ങൾ എന്ത് കണ്ട്? നിങ്ങൾ അമാലേക്കർ മല്ലന്മാര്, അവരെ ശക്തിയല്ലേ കണ്ടേ? നിങ്ങൾ അതല്ലേ കണ്ടേ? ഇത് ഞങ്ങൾ വേറെ കൂട്ടം കണ്ട്. അവർ കണ്ടതെന്നാ? എന്താ കണ്ടേ? അവർ കണ്ടതെന്താ? അതായത് ഒരു മനുഷ്യൻ കൂടാരക്കയർന്ന് കേട്ടിട്ടുണ്ടോ? കൂടാരക്കയർ. ഒരു മനുഷ്യനായി നിൽക്കണമെങ്കിൽ, ഇതിങ്ങനെ ഒരു ജീവിതം നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ദൈവപ്രവൃത്തി എന്താണെന്നറിയാമോ? അത്ര ഭയങ്കരമാണ് ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനെ കർത്താവ് നിർത്തിയതെന്ന് പറയുന്നതാണ് അവന്റെ കൂടാരക്കയർ എന്ന് പറയുന്നത്.
ഈ കൂടാരത്തെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇത് നിർത്തിയിരിക്കുന്നത് ദൈവമാണ്. അത് ദുഷ്ടൻ്റെതായാലും നീതിമാന്റെ ആയാലും അവന്റെ ജീവിതത്തെ നിർത്തിയിരിക്കുന്ന ആരാ? ദൈവം തന്നെയാണ്. കൂടാരക്കയർ അറ്റുപോയാൽ അവൻ അപ്പം അവിടെ തീർന്നു. അപ്പോൾ യോശുവയും കാലേബും നോക്കിയപ്പോൾ അവര് കണ്ടത് വേറൊന്നാ. എന്താ കണ്ടേ? നോക്കിയപ്പോൾ അവരുടെ ശരണം അറ്റുപോയി. കാരണം അവിടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ അധികായന്മാര് ഇത്ര മല്ലന്മാർ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ശരണം എന്ത് ചെയ്തു? ഇല്ല, ശരണമില്ല. വിശ്വാസത്തെ നോക്കണമെന്ന് മാത്രം. വിശ്വാസത്തെ നോക്കിയപ്പോൾ അവരുടെ ശരണം അറ്റുപോയിരിക്കുന്നു. അവർക്കതില്ല. വന്നു കാര്യം പറഞ്ഞു. രണ്ടുപേര് തങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ളവര് വിശ്വാസത്തിന് എതിര് പറഞ്ഞു. ശരി, കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അവസാനിച്ചു. അടുത്ത ദിവസം എല്ലാവർക്കും പാശ്ചാത്താപമായി. എല്ലാവർക്കും ഭയങ്കര മനസ്താപം. എന്താ കാരണം? ഞങ്ങൾ ഇന്നലെ കർത്താവിനോട് പാപം ചെയ്തു, ഞങ്ങൾ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളിന്ന് പാശ്ചാത്തപിക്കുന്നു, ഞങ്ങളിന്ന് ആ ദേശം പിടിക്കാൻ പോവാം. ഇന്നലെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? ഇന്നലെ ആരും കൂടെ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവദൂതന്മാരുണ്ടായിരുന്നു. നിങ്ങളുടെ ദൈവം, സൈന്യങ്ങളെ ഹോ നിങ്ങളുടെ കൂടെയുണ്ട്, ദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. ആരേക്കാൾ ശക്തി? ആ കനാന്യരേക്കാൾ ശക്തി ഇവർക്കുണ്ട്. 3 കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഈ 3 കാര്യം വെച്ചോണ്ട് അവർ പറയുന്നത് എന്താ? അയ്യോ, ഞങ്ങൾ അടിമകളായി പോവും, ഞങ്ങൾക്ക് രക്ഷയില്ലായിരുന്നു. ഇന്ന് ഈ 3 കാര്യങ്ങൾ അവർക്കില്ല. ഏതൊക്കെ ഇല്ല? വചനം പറയാം. ദൈവം നിങ്ങളോട് കൂടി ഇല്ല. നിങ്ങളെ ഈ കാര്യം രക്ഷിക്കാൻ ദൂതന്മാർ കൂടി ഇല്ല. നിങ്ങളുടെ ശക്തിയില്ല. ഈ 3 ഇല്ല. പക്ഷെ അവർക്ക് ഭയങ്കര ധൈര്യം. അല്ല, ഞങ്ങൾ പോകുന്നു. അപ്പൊ ഇന്നലെ ഇല്ലാത്ത ധൈര്യം എന്തെങ്കിലും ഉണ്ടായി. അതാണ് ജഡീക ജീവിതം എന്ന് പറയുന്നത്. ജഡീക ജീവിതം. അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? സാഹസം ചെയ്യാൻ പോവാണ്. അവരൊരുങ്ങി, അവരമ്പം വില്ലും വാളും പരിചയമൊക്കെ എടുത്ത് യുദ്ധത്തിന് പോയി. ഈ 3 കാര്യങ്ങളില്ല. ദൈവമില്ല, ദൈവശക്തിയില്ല, ദൂതന്മാരുമില്ല. മോശ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ, നിങ്ങൾ പോകണ്ട, കാരണം ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സാഹസമാണ്. അവർ ശാഠ്യം കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേക്കും ശത്രുക്കൾ അവരെ നേരെ വന്നു. യുദ്ധത്തിൽ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞു. നിലവിളിയായി, ബഹളമായി, പ്രശ്നമായ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവശക്തി നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യാൻ അവസരം തരും. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം. ഭൗതികമായി മാത്രം കണ്ടതിന് ശേഷം, ഭൗതികമായി ലോകത്തെ കണ്ടതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യവും അത് ദൈവത്തിന് മുമ്പാകെ ധൈര്യമായിരിക്കില്ല. അത് ദൈവം അംഗീകരിക്കുന്നുമില്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ചിന്തിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ കർത്താവിന്റെ നാമത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് തന്റെ ശക്തി. ശത്രുക്കളെക്കാൾ നമ്മെ ബലവാന്മാരാക്കി നമുക്ക് ദൂതന്മാരെ കാവലിന് തന്നിട്ടുണ്ട്. കർത്താവ് നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി അതിനെ ആധാരമാക്കി വിശ്വാസ ജീവിതം നയിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിട്ടുള്ളത്. അതിന്മേൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ആ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ശത്രു നമ്മെ തോൽപ്പിക്കുകയില്ല. ഈ ലോകത്തിൽ ഏതെല്ലാം വഴികളിൽ കൂടി ശത്രു മനുഷ്യരെ താളടിയാക്കി കളയും. എന്നാൽ ദൈവത്തിന്റെ ജനമോ വിശ്വാസത്താൽ അതിനെയൊക്കെയും അതിജീവിച്ച് മുൻപോട്ട് പോകും. നമുക്ക് ദൈവശക്തിയെ ആധാരമാക്കിക്കൊണ്ട്, ദൈവശക്തിയെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്താൽ നാം കർത്താവിനുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ വിശ്വാസ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകും. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ
വെറും വെള്ളിയല്ല എന്നെ വൻവീര്യമോ അല്ല മറുവിരയാൻ വൻവീര്യമോ അല്ല എൻ പേർക്കു യാഗമായി തീർന്നവന എൻ പേർക്കു യാഗമായി വിലയേറിന്റെ കർത്താവെന്നെ വീണ്ടതിന ദൈവ കുഞ്ഞാടിൻ വിലയേറിന്റെ കർത്താവെന്നെ വീണ്ടതിന അതിദുഃഖിതനായി ഭൂമിൽ അതിദുഃഖിതനായി ഭൂമിൽ തീർന്നു ഞാൻ വൻപീഡയാൽ വലഞ്ഞിടുന്ന വൻപീഡയാൽ വലഞ്ഞിടുന്ന എന്നെ സുമാർവദിനാശ്വാസം കൊണ്ടു നിത്യം പാടും സ്തുതി സ്തോത്രം യേശുവിന് കൊണ്ടു നിത്യം പാടും മോദമ സ്തുതി സ്തോത്രം യേശുവിന് ഞാൻ കുഞ്ഞാട്ടിൻ വിലയേറിന്റെ കർത്താവെന്നെ വീണ്ടതിന ദൈവ കുഞ്ഞാട്ടിൻ വിലയേറിന്റെ കർത്താവെന്നെ വീണ്ടതിന. കർത്താവിന് സ്തോത്രം. അങ്ങനെ ശമൂവേൽ ബാലനെ കർത്താവ് വിളിച്ചു, ദൂതുകളൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം ഏലി വിളിച്ചു, മകനെ എന്താണ് ഉണ്ടായത്, ദൈവം എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാതെ മുഴുവനും പറഞ്ഞു. മാനസാന്തരത്തിന് അപ്പോഴും ഈ സമയവും തന്നെ ഏൽപ്പിച്ച പെട്ടകമെന്ത്, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമെന്ത്, തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെന്ത്, ദൈവമേ അത് കൈവിട്ടു പോയല്ലോ എന്നൊരു ചിന്ത, അത് ചിന്തിക്കുന്ന ഒരവസ്ഥയിലല്ല ആ മനുഷ്യൻ്റെ അവസ്ഥ. കർത്താവ് സ്തോത്രം. കാരണം ഈ പറഞ്ഞതെല്ലാം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം സ്വന്തമായി ആലോചന പറയുന്ന ഒരവസ്ഥ ആ മനുഷ്യനില്ല. ശത്രുക്കളെക്കാൾ ബലവാന്മാരാക്കുന്ന ഒരവസ്ഥ ആ മനുഷ്യനില്ല. അവന് ഈ ശുശ്രൂഷ നടത്തുവാനുള്ള ദൂതന്മാരുടെ കാവൽ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പോയി. ഇന്ന് അത് മുഴുവനും ശമൂവേൽ ബാലന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോഴും നാം പെട്ടകം ഫലമേറ്റവരാണ്. കർത്താവിൽ നിന്ന് ഉത്തരവാദിത്വം ഫലമേറ്റവരാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടുന്ന പ്രവൃത്തി, നമ്മൾ തീർക്കേണ്ടുന്ന ശുശ്രൂഷ ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്, നമ്മൾ പറയേണ്ടത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഒരിക്കലും നമ്മൾ ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയത് എവിടെന്നോ അറിയാവോ? എവിടെ തുടങ്ങിയതാണ്? എൻ്റെ അവസാനം എങ്ങനെ അറിയാം? അതെന്ന് എങ്ങനെ അറിയാം? വേറെ എങ്ങോട്ടും പോകണ്ട. അതറിയാവുന്ന ഒരാൾ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ വന്നു, എന്നിൽ അഭിഷേകമായിട്ട് തന്നിട്ടുണ്ട്. അതിനറിയാൻ മുഴുവനും, അതിനെ ദുഃഖിപ്പിക്കാതെ, അതിനെ മാനിച്ച് ഈ ജീവിതം പൂർത്തിയാക്കുന്നുവെങ്കിൽ നമ്മുടെ അവസാനത്തെയും പറയും അതെങ്ങനെയെന്നും അത് പറയുവാൻ അത് ശക്തമാണ്. ഈ ഭൂമി മുഴുവനും ദാരിദ്ര്യത്താൽ നശിക്കാൻ പോകുന്ന അവസ്ഥകൾ, താൻ നേരിടുന്ന കാര്യങ്ങൾ യോസേഫിലുള്ള ആത്മാവിനറിയാം. ഈ ഭൂമി മുഴുവനും പട്ടിണി കിടന്ന് നശിക്കാൻ പോവുകയാണെന്ന് യോസേഫ് ദൂത് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 7 വർഷത്തെ പട്ടിണി, ഒരു വർഷമല്ല, 7 വർഷത്തെ പട്ടിണി വരുമ്പോൾ ഈ ജനമൊക്കെ എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് ചാവും, പട്ടിണി കിടന്ന് നശിക്കും. പക്ഷെ ഇത് അറിയാവുന്ന ഒരു ആത്മാവ് എവിടെയുണ്ട്? പറ, യോസേഫിലുണ്ട്. ആ യോസേഫിലുള്ള ആത്മാവ് അത് വെളിപ്പെടുത്താതിരിക്കാൻ ശത്രു എന്ത് ചെയ്തതാ? എവിടെയൊക്കെ കൊണ്ടുപോയി? പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. കർത്താവ് അതിനും പറയുന്നത്
ഇസ്രായേൽ പറയേണ്ടത് എന്നാൽ അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി, എങ്കിലും അവരെന്നെ ജയിച്ചില്ല. കർത്താവിന്റെ സ്തോത്രം. ഇത്രയെല്ലാം ചെയ്തു, ജയിച്ചില്ല. എന്താ ജയിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞേ, അപ്പൊ പറഞ്ഞു ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ. നമ്മളെല്ലാവരും കർത്താവ് ആത്മാവിനെ തന്നിട്ടുള്ളവരാണ്. ആ ആത്മാവിനറിയാം നമ്മൾ പോകുമ്പോൾ വഴിക്കുള്ള എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ അതിനെ അതിജീവിക്കേണ്ടതും അറിയാം, രഹസ്യങ്ങളും അറിയാം, നമ്മൾ എങ്ങനെ അവസാനിക്കുമെന്നറിയാം, നമ്മുടെ അവസാനം എന്താണെന്നറിയാം. ആ അവസാനം അറിയാൻ അത് നമ്മിലുള്ളപ്പോൾ വചനം പറയുന്നത് ഇസ്രായേൽ പറയേണ്ടത് എന്നാൽ അവർ എന്നെ ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോത്തിഫറിന്റെ ഭാര്യയുടെ മുമ്പിൽ ഈ മനുഷ്യൻ വീണുപോയെങ്കിൽ ഈ ആത്മാവ് എന്ത് ചെയ്യും? ഒരിക്കലും പിന്നെ ഈ രഹസ്യം വെളിപ്പെടുത്താൻ സാധിക്കാതെ വണ്ണം നിശബ്ദമായി പോകും. ഒരിക്കലും. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് വന്ന് ജോസഫിൽ കൂടി വലിയ പ്രവചനങ്ങൾ വരെ നടത്തുകയും ചെയ്യും. ഇതേത് കാര്യം പറയണേ? ദൈവം നിനക്ക് സ്വന്തമായി പറഞ്ഞു തരുന്ന എന്നിട്ട് വസിക്കുമാറാക്കിയ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ കാര്യം പറയാം. ശൗരത് നഷ്ടപ്പെടുത്തിയിട്ട് എത്ര കാലം തന്നെ പ്രവചനമായിട്ട് നടന്നു. ശൗര് പിന്നീടും കാര്യങ്ങൾ പ്രവചിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതല്ല, സ്വന്തമായി പറഞ്ഞു തരുന്ന ഈ ആത്മാവിനറിയാം നീ എവിടെ ചെല്ലുമെന്നും എവിടെ അവസാനിക്കുമെന്നും. അതിനെ മിണ്ടാതാക്കാൻ വേണ്ടിയിട്ടാണ് ബാല്യം മുതൽ നിന്നെ എന്ത് ചെയ്യുന്നത്? പറ ഈ ഒഴവുചാലുകളെ നീളത്തിൽ കയറുന്നതും ഈ മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ, മറ്റുള്ളവര് ഈ കുത്തുവാക്ക് പറയുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും എല്ലാം ഓർത്തോണം. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് എന്നെ ജയിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? എന്നുള്ള ആത്മാവ് എന്ത് ചെയ്യില്ല? സംസാരിക്കില്ല. ഞാൻ ജയിച്ചാലോ? ഞാൻ ജയിച്ചാൽ എൻ്റെ ആത്മാവ് സംസാരിക്കും. കാരണം അറിയാമോ, എനിക്കൊരു ആപത്തുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ആത്മാവ് മതി. എന്നിൽ വസിക്കുവാനാക്കിയ ആത്മാവ് മതി. ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചതിന്റെ കാരണം അത് മനസ്സിലാക്കണം. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ ഒരു പദവിയാണ്. നമ്മളീ കാണുന്ന കാര്യങ്ങളല്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരാൾ ദൈവം തനിക്ക് തന്ന ആത്മാവിനെ സൂക്ഷിച്ച് ദൈവം വ്യക്തിപരമായി എന്നോട് പറഞ്ഞു തരുന്ന ആലോചനയെ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം ജനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരല്പ കൂട്ടം മാത്രമേ ഉള്ളൂ. അവരാണ് ചെറിയ ആട്ടിൻകൂടമെന്ന് പറയും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതല്ല. ആ കൂട്ടത്തെയാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് പറഞ്ഞിരിക്കുന്നത് അവരവരുടേതായ സമയങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇതെങ്ങനെ അവസാനിക്കും, എപ്പോൾ അവസാനിക്കും, ഈ കാര്യങ്ങളെല്ലാം അവർക്കിത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം എങ്കിലും അവരവനെ ജയിച്ചില്ല. കാരണം എന്താ? അവർ ഇസ്രായേലിയരാണ്. അതാണ് സാക്ഷാൽ ഇസ്രായേൽ. കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവരുടെ ആത്മാവ് അത് അവരുടെ ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാപ്തമായി മുൻപോട്ട് പോകുമ്പോൾ ഒരു ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങളാണ് ദൈവത്തിന്റെ സഭയുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് എവിടെ പോയാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ വിഷയങ്ങളെക്കുറിച്ച്. എങ്ങും പോകണ്ട. ദൈവം തൻ്റെ സഭയിൽ വേണ്ടത് തന്നിട്ടുണ്ട്. അത് ദൈവം വിവിധമായ ഭാഗങ്ങളിൽ കൂടി അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാവർക്കും ഉപരിയായി വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നുമുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം ബാല്യം മുതൽ ഉപദ്രവവും പലതും ഉണ്ടാവും. ഒരു മനുഷ്യനും മാനിക്കാത്ത അവസ്ഥ വരും. പക്ഷേ അവരുടെ മുമ്പിൽ തോറ്റുപോകാതെ വണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഉപനിധി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കാത്തുകൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 124 സങ്കീർത്തനമാണ്. 124 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: ഇസ്രായേൽ പറയേണ്ടത് എന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോട് ഒഴുകി കളയുമായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. 12 മണിയായി.
അതാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ലോകത്തിൽ ദൈവം വേർതിരിക്കുന്ന ജനം എല്ലാം അഭിഷിക്തന്മാരാണ്. അവരെ കുറിച്ച് കർത്താവിന്റെ കൽപ്പനയുണ്ട്, എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്. എന്നാൽ അഭിഷിക്തനാണെങ്കിൽ അവൻ ആരും ഇല്ലെന്ന് വരും. 3 വചനമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ജനമെല്ലാം അഭിഷിക്തന്മാരാണ്. ദൈവത്തിന്റെ കൽപ്പനയുണ്ട് അഭിഷിക്തന്മാരെ തുടരുതെന്ന്. പിന്നെ 3ാമത് പറഞ്ഞതാ, അഭിഷിക്തന് ആരുമില്ലെന്ന് വരും. ലോകത്തിൽ ദൈവം വേർതിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഈ സകല ലോകത്തിൽ നിന്നും ഒരു മനുഷ്യനെയും ദൈവം അവന് കൂട്ടിച്ചേർക്കുന്നതല്ലാതെ, ദൈവം അവന് അനുകൂലപ്പെടുത്തുന്നതല്ലാതെ മറ്റൊരാളും അവന് സഹായമില്ലെന്ന് വരും. കർത്താവിന്റെ സ്തോത്രം. നമുക്ക് അതിന്റെ വിശദീകരണം പിന്നീട് ചിന്തിക്കാം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരെയല്ല, ദൈവത്തെ തന്നെ ആശ്രയിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഈ യാത്ര പൂർത്തിയാക്കുവാൻ കർത്താവിന്റെ വിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. വിശദീകരിക്കാൻ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിദുഃഖിതനായി ഭൂമിയിൽ തീർന്നു ഞാൻ,